ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗസയിലെ പോരാളികൾ ഫലസ്തീനികൾ ഗോളടിച്ചു. ഹമാസ് ഗോളടിച്ചു. ഗസയിലെ മുഴുവൻ പോരാളികളും ഗോളടിച്ചു. പന്ത് ഇനി ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കോർട്ടിലാണ്. കളി പൂർത്തിയാക്കേണ്ടത് അവരാണ്. ഹമാസ് വളരെ തന്ത്രപരമായി കരുക്കൾ നീക്കി വൻ വിജയമാണ് ഈ പോരാട്ടത്തിൽ നേടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പോരാട്ട പ്രസ്ഥാനത്തിന്റെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ കാഴ്ചപ്പാട് നൽകുന്നുണ്ട് ഹമാസ് നേതൃത്വം എന്ന കാര്യത്തിൽ സംശയമല്ല. പോരാട്ടത്തിൽ മാത്രമല്ല, ഡിപ്ലോമസിയിലും പൊളിറ്റിക്സിലും ഹമാസിന്റെ നേതൃത്വം വളരെ തന്ത്രജ്ഞരാണ്, സ്ട്രാറ്റജിസ്റ്റുകളാണവർ എന്ന് അവർ തെളിയിച്ചു. തുർക്കിയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ സഹായത്തോടുകൂടിയാണ് അവർ ഈ ഗോളടിച്ചത് എന്ന കാര്യം മറക്കുന്നില്ല. പക്ഷേ എന്താണ് ഒടുവിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഗസയിലേക്കും ഇസ്രായേലിലേക്കും നോക്കിയാൽ മതി. ഗസയിൽ ഹമാസിന്റെ ട്രംപ് സമാധാന കരാറിനോടുള്ള പ്രതികരണം വന്നപ്പോഴേ വലിയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇസ്രായേലിൽ കടുത്ത നിരാശ. ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണപക്ഷത്തിന്, നെതന്യാഹുവിനും കോട്ടർക്കും അതുപോലെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്ന തീവ്രവാദികൾക്കും കടുത്ത നിരാശയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം നെതന്യാഹു വിചാരിച്ചിരുന്നത് ഹമാസ് ഈ കരാർ തള്ളും. ഇത് യഥാർത്ഥത്തിൽ ട്രംപിന്റേതായിരുന്നില്ല. ട്രംപും അറബ് നേതൃത്വവും തമ്മിൽ സംസാരിച്ചതിന് വിരുദ്ധമായിട്ടാണ് കരാറുണ്ടായത്, ഫോർമുല ഉണ്ടായത്. അപ്പോ ഫോർമുല വിരുദ്ധമായി വരാനുള്ള കാരണം നെതന്യാഹു വാഷിംഗ്ടണിൽ ചെന്ന് ഇത് മുഴുവനും തിരുത്തി അങ്ങനെ ട്രംപിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് മേലുള്ള സ്വാധീനം, ദുസ്വാധീനം ദുരുപയോഗപ്പെടുത്തിയിട്ട്. അപ്പോ നെതന്യാഹു വിചാരിച്ചത് ഇത്തവണയും ഇത് തള്ളി യുദ്ധം തുടർന്ന് ഇങ്ങനെ ജയിച്ചു നിൽക്കാം എന്നായിരുന്നു. അപ്പോ ഹമാസിന്റെ മറുപടി വന്നപ്പോഴേ നെതന്യാഹു ഈ മറുപടി ഫലത്തിൽ ട്രംപിന്റെ ഫോർമുല തള്ളിക്കളയുന്നതാണ് എന്ന് നെതന്യാഹു അയാളുടെ വൃത്തങ്ങളിൽ സന്തോഷിച്ച് ഇരിക്കുമ്പോഴാണ് പൊടുന്നനെ ട്രംപ് ഈ ഹമാസിന്റെ മറുപടി അംഗീകരിക്കുകയും ഉടനെ തന്നെ യുദ്ധം നിർത്തണം എന്ന് നെതന്യാഹുവിന് കൽപ്പന കൊടുക്കുകയും ചെയ്തു. സ്റ്റോപ്പ് ബോംബിംഗ്. ഈ ഹമാസിന്റെ മറുപടിയെ ട്രംപ് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. വലിയ അത്ഭുതമാണ് ലോകത്ത് സംഭവിച്ചത് എന്ന് പറയേണ്ടതില്ലല്ലോ. വൈറ്റ് ഹൌസ് ട്രംപ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഔദ്യോഗിക സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹമാസിന്റെ മറുപടി പ്രസിദ്ധീകരിക്കുകയാണ്. അതായത് ഹമാസ് ജനസൈഡ്, വംശഹത്യയായിരുന്നു നടന്നത് എന്ന് അതുപോലുള്ള പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് നൽകിയ മറുപടി ട്രംപും വൈറ്റ് ഹൌസും പ്രസിദ്ധീകരിക്കുകയാണ്. അത് ട്രംപ് ഇരുന്ന് വായിക്കുകയാണ്. ലോകത്ത് ഫ്രാൻസ് പ്രസിഡന്റ് മാക്രോൺ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോലുള്ള ആളുകളൊക്കെ ഹമാസിന്റെ മറുപടിയെ സംബന്ധിച്ച് ഉടൻ തന്നെ മറുപടിയെ തുടർന്ന് ബാക്കിയുള്ള നടപടികളിലേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അതായത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമാണ് അവര് പ്രകടിപ്പിച്ചത്. ട്രംപ് തന്നെ ഇത് ഒരു വലിയ സംഭവമായിട്ട്, ഇത് ഒരു വലിയ സ്പെഷ്യൽ ഡേ, ബിഗ് ഡേ എന്നൊക്കെയാണ് ഈ ഹമാസിന്റെ മറുപടി കിട്ടുമ്പോഴേ പ്രതികരിക്കുന്നത്. അപ്പോ ഇസ്രായേലിൽ കടുത്ത നിരാശ. കാരണം നെതന്യാഹു വിചാരിച്ചതല്ല സംഭവിച്ചത്. ട്രംപ് ഇത്ര പൊടുന്നനെ ഇത് സ്വീകരിക്കും എന്ന് നെതന്യാഹു വിചാരിച്ചില്ല. ട്രംപ് ഇത് ഹമാസ് തള്ളിക്കളഞ്ഞു ട്രംപിന്റെ ഫോർമുല എന്ന നിലയ്ക്ക് പ്രതികരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല സംഭവിച്ചത്. ഇസ്രായേലി അമേരിക്കൻ മാധ്യമങ്ങൾ ഈ നെതന്യാഹുവിന്റെ ഈ അത്ഭുതം, നെതന്യാഹു പെട്ടുപോയ ഈ പ്രതിസന്ധി എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത്രയും വലിയ പ്രതിസന്ധിയിലാണ് അയാൾ അകപ്പെട്ടിരിക്കുന്നത്.
കാരണം ഒന്നും സംഭവിച്ചില്ലല്ലോ. എവിടെയാണ് ഹമാസിനെ നശിപ്പിക്കും? ഹമാസിനെ നശിപ്പിച്ചു. ഹമാസിനെ നശിപ്പിച്ചില്ല. ഹമാസിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് അടിയാറ് വെക്കണം, അത് ഏൽപ്പിക്കണം, അത് ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചില്ല. ഇപ്പൊ ഫലസ്തീനികളെ, ഗസക്കാരെ മുഴുവനും ഗസയിൽ നിന്ന് നാടുകടത്തും, അത് സംഭവിച്ചോ? അതും സംഭവിച്ചില്ല. എന്താണ് സംഭവിച്ചത്? ആകെ 1,00,000-ഓളം ആളുകളെ കൊന്നൊടുക്കി, കുഞ്ഞുങ്ങളും നിരപരാധികളായ സ്ത്രീകളും ഉൾപ്പെടെ. എന്നല്ലാതെ ഒന്നും ഈ യുദ്ധത്തിൽ നേടാൻ അയാൾക്ക് സാധിച്ചില്ല. അയാളുടെ കുറെ ബന്ദികളെ അയാൾക്ക് നഷ്ടപ്പെട്ടു. ഇസ്രായേലിൽ അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ യൂറോപ്പിൽ ഒറ്റപ്പെട്ടു. അമേരിക്കയിൽ വരെ, അമേരിക്കൻ ജനത, പ്രത്യേകിച്ചും യുവാക്കൾ, ജൂതന്മാർ ഉൾപ്പെടെയുള്ള യുവാക്കൾ ഭൂരിപക്ഷവും ഫലസ്തീനികളുടെ കൂടെ നിന്നു. ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ലോകത്തെ നല്ലൊരു ശതമാനം യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. ഒരു വലിയ തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് ഈ ഒരു അവയർനെസ് ലോകത്ത് ഉണ്ടാക്കിയ ഈ അവയർനെസിന്റെ ഒരു തൂഫാൻ. അങ്ങനെ മൊത്തത്തിൽ ഈ കച്ചവടം അവന് വലിയ പരിക്കുകൾ ഏൽപ്പിച്ചു. ഇസ്രായേലിന്റെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കി. ഇസ്രായേലിന്റെ അവസാനത്തിലേക്കുള്ള ആരംഭം കുറിക്കപ്പെട്ടു എന്നല്ലാതെ ഒന്നും നേടാൻ പറ്റിയില്ല. വളരെ സമർത്ഥമായി ഹമാസ് എന്താ ചെയ്തത്? ഹമാസ് ട്രംപിന്റെ ഫോർമുല തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞില്ല. കാരണം സാധാരണ സമാധാനത്തിന് എതിരാണ് ഹമാസ്, ഫലസ്തീനികൾ എന്ന് വരുത്തി തീർക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഹമാസ് വളരെ തന്ത്രപരമായ ഒരു കരുനീക്കത്തിലൂടെ ഇത് അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ എന്താണ് അംഗീകരിച്ചത്? വെടിനിർത്തണം, അത് ഹമാസിന് അനുകൂലമാണ്. ഉപരോധം നീക്കണം, അത് ഹമാസിന് അനുകൂലമാണ്. അതുപോലെ തന്നെ ബന്ദികളെ വിടാം, ഇസ്രായേലി ബന്ദികളെ വിടാം, പകരമായിട്ട് 2000-ഓളം ഫലസ്തീനികളെ വിടണം. അത് നേരത്തെ ട്രംപ് ഫോർമുലയിൽ ഉള്ളതാണ്. ജയിലിലുള്ള ഫലസ്തീനികളെ പകരമായിട്ട് വിടാം. ഇതൊക്കെ അംഗീകരിച്ചു. പിന്നെ ബാക്കിയുള്ള ഫലസ്തീനികൾക്ക് എതിരാവുന്ന ഈ കരാറിലെ വ്യവസ്ഥകൾ, അതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. ഈ ഫോർമുല തള്ളുന്നു എന്ന വാചകം പ്രയോഗിക്കാതെ വളരെ സമർത്ഥമായി ബാക്കിയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. അതായത് ഫലസ്തീൻ ആര് ഭരിക്കണം? അത് ടോണി ബ്ലെയറോ അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രായേലോ അല്ല. ഞങ്ങൾ ഭരിക്കുന്നില്ല, ഹമാസ് ഞങ്ങൾ ഭരിക്കുന്നില്ല. പക്ഷേ ഗസ ഭരിക്കേണ്ടത് ഫലസ്തീനികളായിരിക്കണം. നിങ്ങൾ ടെക്നോക്രാറ്റുകളുടെ ഒരു ഭരണം ഉണ്ടാക്കണം എന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത്. അപ്പോ ആ ഫോർമുലയിലെ ആ ഭാഗം അവര് ഫലത്തിൽ തള്ളിക്കളഞ്ഞു. കാരണം അത് ഫലസ്തീനികളുടെ അവരുടെ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഫലസ്തീൻ ഭരിക്കേണ്ടത് ഫലസ്തീനികളാണ്, ഞങ്ങളാണ്, ഹമാസാണ് ഭരിക്കേണ്ടത് എന്നുള്ളതല്ല. ഫലസ്തീൻ ഭരിക്കേണ്ടത് ഫലസ്തീനികളാണ്. അങ്ങനെ ഫലസ്തീൻ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹമാസ് അവരുടെ ആയുധം ഈ ഫലസ്തീനിൽ പുതുതായി ഉണ്ടാകാൻ പോകുന്ന ഫലസ്തീൻ ഭരണകൂടത്തിന് ആയുധം ഏൽപ്പിക്കാം. ഇതാണ് ഹമാസ് മറുപടിയിൽ പറയുന്നത്. അപ്പോൾ ഹമാസിന് ഒരു നഷ്ടവും ഉണ്ടായില്ല. ഒരു നഷ്ടവും ഈ കരാറ്, ഈ ട്രംപ് ഫോർമുല വഴി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചയാവാം എന്നുള്ള ഒരു വാതിൽ തുറന്നിട്ടുകൊണ്ട് അതേവസരം സമാധാനത്തിന് ഞങ്ങൾ എപ്പോഴും അനുകൂലമാണ് എന്ന ഒരു സന്ദേശം, ഫലസ്തീനി മക്കളുടെ ഈ ദുരിതങ്ങൾ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഹമാസിന് സാധിച്ചു. ഈ അർത്ഥത്തിൽ ഇത് ഒരു വലിയ നേട്ടമാണ് ഹമാസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അതേസരം ഇതിൽ പ്രതിസന്ധികളുണ്ട്. ഭാവിയിൽ എന്ത് സംഭവിക്കും? ഇസ്രായേലും അതുപോലെ തന്നെ യുഎസും ഒക്കെ ഉണ്ടാക്കിയ പല കരാറുകൾക്കും പല ഫോർമുലകൾക്കും സംഭവിച്ചതുപോലുള്ള ദുരന്തങ്ങൾ ഇതിലും സംഭവിക്കുകയില്ല എന്നൊന്നും നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ പോരാട്ടത്തിന്റെ ആദ്യഘട്ടത്തിലെ സമ്പൂർണ്ണ വിജയം ഹമാസിനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു പരിണിതിയാണ് ഉണ്ടായിരിക്കുന്നത്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.